രാഷ്ട്രീയ പരിപാടി എന്നതിനപ്പുറത്ത് ഒരു റീലിലെ താരം റിയലായിട്ട് ഇറങ്ങി വരുന്നത് കാണുന്നതിന് വേണ്ടിയാണ് ഈ ആളുകളെല്ലാം തടിച്ചുകൂടുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് എല്ലാ ശനിയും ഞായറുമാണ് വിജയുടെ പരിപാടികൾ നടക്കുന്നത്, സംസ്ഥാന പര്യടനം നടക്കുന്നത്. അത് ഫെബ്രുവരി വരെ അനൗൺസ് ചെയ്തിട്ടുള്ളതുമാണ്. ഏതായാലും ഈ വിജയുടെ ഓരോ പരിപാടിക്കും വലിയ തരത്തിലുള്ള, വലിയ തോതിലുള്ള ജനസഞ്ചയം തന്നെയാണ് തടിച്ചുകൂടുന്നത്. ആദ്യം സമ്മേളനമായി നടത്തിയ മധുരയിലെ പരിപാടിയിൽ കണ്ടു, വലിയ ആൾക്കൂട്ടം വരുന്നു. അത് കൂടാതെ പിന്നീടാണ് സംസ്ഥാന പര്യടനം നടക്കുന്നത്. ട്രിച്ചിയിൽ കണ്ടു, അതുപോലെ തന്നെ പെരിയല്ലൂർ കണ്ടു. അങ്ങനെ ഓരോ സ്ഥലത്തും ഇന്നലെ രാവിലെ നാമക്കലിലെ പരിപാടിയിൽ പോലും വലിയ ആൾക്കൂട്ടം എത്തിയിരുന്നു. ഏതായാലും ഈ പരിപാടിയെ ചൊല്ലി ഇപ്പോൾ വലിയ വിവാദം കൂടി ഉയരുന്നുണ്ട്. TVK പറയുന്നത്, ഞങ്ങൾ ഈ പരിപാടിക്ക് അനുമതി ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ 10,000 പേരെ പങ്കെടുക്കും എന്നായിരുന്നു നൽകിയതെങ്കിൽ പിന്നീട് രണ്ടാമതൊരു കത്ത് കൂടി നൽകി 60,000-ഓളം ആളുകൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊരു കത്ത് നൽകിയെന്നാണ് TVK അധികൃതർ പറയുന്നത്. എന്നാൽ DGP ഈ വാദങ്ങൾ നിഷേധിക്കുകയാണ്. 10,000 പേർക്ക് ഉള്ള പോലീസ് സംവിധാനം ബന്ദോബസ്താണ് അവിടെ ഒരുക്കിയിരുന്നത്. 2 ദിവസം മുൻപ് ഈ ദുരന്തം നടന്ന സ്ഥലത്ത് എടപ്പാടി പളനിസ്വാമി വന്ന് അണ്ണാ-DMKയുടെ പരിപാടി നടന്നതാണ്. അന്ന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. അതായത് ജില്ലാ കളക്ടറും പോലീസും ബന്ധപ്പെട്ട അധികാരികളുമെല്ലാം ഇരുന്നിട്ടുള്ള ഒരു യോഗത്തിലാണ് ഈ പരിപാടിക്ക് അനുമതി നൽകിയത്. അതോടൊപ്പം തന്നെ രാവിലെ 8:45 മുതൽ ആണ് ഇതിന് അനുമതി നൽകിയത്. 3 മണിയോടുകൂടി നാമക്കലിലെ പരിപാടി അവസാനിപ്പിക്കണം. 3 മണിക്കുള്ളിൽ ഈ പരിപാടി അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിരുന്നു എന്നാണ് DGP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ വിജയ് ചെന്നൈയിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ ഈ രാവിലെ 8:45-നാണ്. മണിക്കൂറുകൾ വൈകി, ഏതാണ്ട് 7 മണിക്കൂറിലധികം വൈകിയാണ് ആളുകൾ എത്തുന്നത്. സ്വാഭാവികമായിട്ടും വിജയ് രാവിലെ വരുമെന്ന് പറയുമ്പോൾ വലിയ ആൾക്കൂട്ടം അവിടെ കാത്തു നിന്നിരുന്നു. പൊരിവെയിലും ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയൊക്കെ ആളുകൾ നിന്നിരുന്നു. വിജയ് എത്തിയപ്പോഴേക്കും വലിയ ഒരു ജനക്കൂട്ടം അവിടെ ഉണ്ടായി. അതോടുകൂടി തിക്കും തിരക്കും ഉണ്ടായി. ഇതിനിടയിൽ ആളുകൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വിജയ് വെള്ളക്കുപ്പി എറിഞ്ഞു കൊടുക്കുന്നത് കാണുന്നത്. ഒരു ജനക്കൂട്ടത്തിലേക്ക് വിജയുടെ കയ്യിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എറിഞ്ഞു കൊടുക്കുമ്പോൾ അത് പിടിച്ച് എടുക്കാൻ വലിയ തിക്കും തിരക്കും ഉണ്ടാകും. അതൊക്കെ ഈ സ്ഥിതിഗതികൾ വഷളാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിജയ്ക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. പക്ഷേ അപ്പോഴും വിജയ് മാത്രമാണോ ഉത്തരവാദി എന്നുള്ള ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത്ര വലിയ താരത്തെ കാണാൻ, ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, വലിയ താരത്തെ കാണാൻ ആളുകൾ തടിച്ചുകൂടും എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലീസിന് ഉണ്ടായില്ലേ എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതായത് മുൻ പരിപാടികളിലൊക്കെ വലിയ ജനക്കൂട്ടം വന്നിരുന്നു, അതിനനുസരിച്ചുള്ള പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു. അന്നും ഇത്തരത്തിലുള്ള ഒരു ദുരന്തം സംഭവിക്കുമോ എന്നുള്ള ആശങ്ക പല ആളുകളും പങ്കുവച്ചിരുന്നു. പക്ഷെ അന്ന് ഭാഗ്യവശാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇവിടെ 500 പോലീസുകാരുണ്ടായിരുന്നു എന്ന് DGP പറയുന്നു. എന്നാൽ വലിയ തോതിലുള്ള ഈ ആൾക്കൂട്ടം വരും എന്നുള്ളൊരു പ്രതീക്ഷ പോലീസിനുണ്ടായില്ല. ഇന്റലിജൻസ് സംവിധാനത്തിൻ്റെ വീഴ്ചയോ മറ്റോ അക്കാര്യത്തിലുണ്ട് എന്ന് സംശയം പ്രകടിപ്പിച്ചാലും തെറ്റ് പറയാൻ ആവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസും TVKയും ഒരുപോലെ ഈ വിഷയത്തിൽ കുറ്റക്കാരാണ് എന്ന് തന്നെ വേണം പറയേണ്ടി വരിക. ഏതായാലും TVKയുടെ അധ്യക്ഷനെതിരെ, ജില്ലാ അധ്യക്ഷനെതിരെ, സെക്രട്ടറിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 4 വകുപ്പുകൾ ചുമത്തി. ഇനി ഇക്കാര്യത്തിൽ കോടതി ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് വിജയുടെ മുൻ യോഗങ്ങളെ, മുൻ പര്യടനങ്ങളെയൊക്കെ കോടതി നിശിതമായി വിമർശിച്ച് ആശങ്ക രേഖപ്പെടുത്തിയ രംഗത്ത് വന്നിരുന്നു. തിങ്കളാഴ്ച കോടതി ചേരുമ്പോൾ ഇക്കാര്യത്തിൽ എന്ത് നടപടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടതുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നടത്തിയ ഒരു പ്രതികരണം ശ്രദ്ധേയമാണ്. ഇപ്പോൾ രാഷ്ട്രീയമായി ആരെയും ബ്ലെയിം ചെയ്യാനില്ല, കുറ്റപ്പെടുത്താനില്ല എന്ന് MK സ്റ്റാലിൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അതായത് രക്ഷാപ്രവർത്തനത്തിന് മതിയായ ചികിത്സ ഒരുക്കുന്നതിനൊക്കെയാണ് ഇപ്പോൾ മുൻഗണന. അതുകൊണ്ട് തന്നെ വിജയെ അറസ്റ്റ് ചെയ്യുമോ, വിജയ്ക്കെതിരെ കേസെടുക്കുമോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. അതിന് വളരെ പക്വതയോടുകൂടിയിട്ടുള്ള മറുപടിയാണ് സ്റ്റാലിന്റെ പക്വതയോടെയുള്ള ഒരു ഇടപെടലായിരുന്നു സ്റ്റാലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആരെയും കുറ്റപ്പെടുത്താൻ ഈ ഘട്ടത്തിൽ തയ്യാറല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. സ്റ്റാലിന്റെ പ്രതികരണം നമുക്ക് കേൾക്കാം. இந்த சம்பவத்துல மொத்தம் 39 உயிர்கள் இதுவரைக்கும் நம்ம இழந்திருக்கிறோம். இதுல ஆண்கள் 13 பேர், பெண்கள் 17 பேர், ஆண் குழந்தைகள் 4 பேர், பெண் குழந்தைகள் 5 பேர். இத்தனை பேரை இழந்த துயரமான சம்பவம் என்பது இதுவரை நடக்காதது, இனிமேல் நடக்கக்கூடாதது. மேலும் 51 பேர் தீவிர சிகிச்சை பிரிவில் அனுமதிக்கப்பட்டு சிகிச்சை பெற்றுக் கொண்டிருக்கிறாங்க. அதுல 26 பேர் ஆண்கள், 25 பேர் பெண்கள்,
இவங்க எல்லாரும் விரைவில் குணமடைந்து நலமடைந்து விரைவில் வர வேண்டும் என்று நான் நம்புகிறேன்.